ഈ കാര്യത്തിൽ ബി ജെ പിയിലെ നേതാക്കൾ പറയുന്ന പോലുള്ള പല പ്രതികരണങ്ങളും CPM നേതാക്കളിൽ നിന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കോട്ടായിട്ടൊന്നും എടുക്കണ്ട. ഇടത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം BJP നേതാക്കളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ മന്ത്രി സജി ചെറിയാൻ അടക്കം നടത്തിയ ചില പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പേര് കണ്ടാൽ അറിയാമെന്ന് പറയുന്നത് മോദി വേഷം കണ്ടാൽ അറിയാം എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന പല കാര്യങ്ങളും സമരങ്ങളിൽ പങ്കെടുക്കുന്നവർ CPM വിരുദ്ധരായ ഒരു സംവിധാനമാണെങ്കിൽ അതിനെ ഏതെങ്കിലും തീവ്ര സംഘടനയുമായി ബന്ധപ്പെടുത്തി പറയുക. സാധാരണ സ്ത്രീകളും കുട്ടികളും ഒക്കെ പങ്കെടുത്ത സമരത്തിൽ പോലും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായത് നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലല്ല, എനിക്ക് അതിനകത്തൊരു വിയോജിപ്പുണ്ട്. ഇപ്പോൾ സജി ചെറിയൻ്റെ കാര്യത്തിൽ, കാസർഗോഡിൻ്റെ കാര്യത്തിൽ പേര് പറയാമെന്ന് പറഞ്ഞത് മുസ്ലിം വിഭാഗത്തെ മാത്രം നോക്കിയാണ്. അയ്യോ, അത് ആ ഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് അത് അദ്ദേഹം നഗരസഭയിൽ കാസർഗോഡ് നഗരസഭ എന്നതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള വളരെ വ്യക്തമാണ്. പിന്നീട് പറഞ്ഞു പാളുകയാണ്. പിന്നെ അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പാർട്ടി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അല്ലല്ല, ഇതെങ്ങനെയാണ് താങ്കൾ പറയൂ. കാസർഗോഡ് എങ്ങനെയാണത് വരിക? ഈ BJPയുടെ ലൈനാണെങ്കിൽ BJP വിമർശിക്കാനാണ് അദ്ദേഹം ആ വാചകത്തിൽ പറയുന്നത്. കാസർഗോഡ് BJPയുടെ വളർച്ചയും ലീഗിന്റെ വളർച്ചയും കുറിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചത്. അല്ലല്ല, പേരിന്റെ കാര്യത്തിൽ മലപ്പുറത്തെ കുറിച്ചുള്ള പരാമർശം കൂടി വന്നതുകൊണ്ട് പാളി, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അവിടെ നടത്തിയത് BJPയുടെ ചുവട് പിടിച്ചാണ്. വസ്തുതയും സാങ്കേതികത്വവും രണ്ടാണ്. വസ്തുതയുടെ കാര്യമായിട്ട് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ, ഇതിൽ പല വിഷയങ്ങളിലും BJPയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. BJPയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഏത് കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? BJP മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ പറയുന്ന പല പ്രയോഗങ്ങളും അയ്യോ ഇതെന്താ CPM നേതാവിൽ നിന്ന് കേൾക്കുന്നത് എന്ന് ഭയപ്പെടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ. മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായിട്ട് പറഞ്ഞ ഒരു വാചകം പറയൂ. അതെ, തീവ്രവാദികൾ എന്ന രൂപത്തിൽ സമരം ചെയ്യുന്ന സ്ത്രീകളെയും കുട്ടികളെക്കെതിരെയും പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലം 2 കൊല്ലം മുമ്പാണ്. ആരെക്കുറിച്ച് ആ സ്ത്രീകൾക്ക് അവർക്കൊന്നും രാഷ്ട്രീയ നേതാക്കളൊന്നും വെൽഫെയർ പാർട്ടിയുടെ ആൾക്കാരൊന്നുമല്ല, റോഡിലെ സമരം ചെയ്യുന്ന സ്ത്രീകളാണ്.